ഇനി നമുക്ക് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ആണ്. അതായത് ഓർഗനൈസിങ്ങിൻ്റെ അല്ലെങ്കിൽ സംഘാടനത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ തന്നെ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് ഓർഗനൈസിങ്. നമുക്ക് മനസ്സിലായി. നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് നാം ഓർഗനൈസിങ് എന്ന് പറയുന്ന അതിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്കാണ്. ഹെൻറി ഫയോളുടെ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ തന്നെ നാം പറഞ്ഞതാണ് ഡിവിഷൻ ഓഫ് വർക്കിലൂടെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ വ്യക്തിക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഈസ് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. അതും നാം നമ്മുടെ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അവിടെ നമുക്ക് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് കൃത്യമായി ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വർക്ക് അത് ആരാണ് മോണിറ്റർ ചെയ്യേണ്ടത്, അത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ക്ലാരിറ്റി, വർക്കിംഗ് റിലേഷനിലെ ക്ലാരിറ്റി ഓർഗനൈസിങ്ങിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ തേർഡ് വൺ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആ നമ്മുടെ സ്ഥാപനത്തിലുള്ള റിസോഴ്സസിനെ പരമാവധി മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല, മെറ്റീരിയൽ റിസോഴ്സസും തുടങ്ങിയ എല്ലാ റിസോഴ്സസിനെയും അതിൻ്റെ മാക്സിമം ലെവലിൽ അല്ലെങ്കിൽ മാക്സിമം എബോവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ വൺ അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. ഓർഗനൈസിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ആണ് ആ സ്ഥാപനത്തിലും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനടക്കം ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ആ ചേഞ്ചുകളെ അഡാപ്റ്റ് ചെയ്യാൻ, അതിനോട് പൊരുത്തപ്പെട്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഓർഗനൈസിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നു. കാരണം അവിടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ട് തുടങ്ങി ഇത്തരം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് അതിന് സാധിക്കുന്നു. ആൻഡ് അനദർ വൺ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നമ്മുടെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ഒക്കെ ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായ ഭരണ നിർവഹണം, അല്ലെ, അഡ്മിനിസ്ട്രേഷൻ മലയാളം ഭരണ നിർവഹണം എന്നാണ്. ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അനദർ വൺ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. നമുക്ക് ആളുകൾക്ക് ഡിവിഷൻ ഓഫ് വർക്കും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റലൈസേഷനൊക്കെ ചെയ്യുന്നതോടെ ആ ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിത്വ വികസനവും നമുക്ക് ക്വാളിഫൈഡും ആപ്റ്റുമായിട്ടുള്ള പേഴ്സണൽസിനെ ആ ഓർഗനൈസേഷന് കിട്ടുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതൊക്കെ ഇഫക്റ്റീവായി നടന്നു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്പാൻഷനും അവർക്ക് വളർച്ചയും വികസനവും ഉണ്ടാകുന്നു. ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്.